Welcome to Good Hope English Medium School. The tranquil learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. നാട്ടുകാരുടെ ഒരുമയിൽ റോഡ് പണി പുരോഗമിക്കുന്നു. ചോക്കാട് മാളിയേക്കൽ ഉരലുമട നിവാസികളാണ് നാടിന്റെ വികസനത്തിന് കൈകോർത്തത്. പാലവും അപ്രോച്ച് റോഡും സർക്കാർ ചെലവിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു. കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മുത്തന്തണ്ട് VCB കം ബ്രിഡ്ജിനെ തുടർന്നുള്ള റോഡിനെ പ്രധാന റോഡുമായി ബന്ധിപ്പിക്കുന്നതിനാണ് നാട്ടുകാർ റോഡ് നിർമ്മിക്കുന്നത്. പാലത്തിന്റെ ഉപയോഗം സുഗമമാക്കുന്നതിനാണ് നാട്ടുകാരിറങ്ങി അപ്രോച്ച് റോഡിനോടൊപ്പം വീതി കൂട്ടി റോഡ് നിർമ്മിക്കുന്നത്. അപ്രോച്ച് റോഡിനായി ആവശ്യമുള്ള 32 സെന്റ് സ്ഥലമുടമകളായ മലപ്പുറം കുഞ്ഞിപ്പയുടെ കുടുംബം സൗജന്യമായി നൽകിയതോടെ കാര്യങ്ങൾ എളുപ്പമായി. നേരത്തെ ഉണ്ടായിരുന്ന ഇടവഴി 5 മീറ്റർ വീതിയിലാണ് 1 കിലോമീറ്ററിലേറെ നീളത്തിൽ നാട്ടുകാർ നിർമ്മിക്കുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലെയും സമീപവാസികൾ സൗജന്യമായാണ് സ്ഥലം വിട്ടുകൊടുത്തത്. റോഡ് നിർമ്മാണം മൂലം വീടിനുണ്ടാകുന്ന മതിലടക്കമുള്ള നഷ്ടങ്ങൾ നാട്ടുകാർ നികത്തി കൊടുക്കുന്നുണ്ട്. ചോക്കാട് കാളികാവ് പഞ്ചായത്തിനെ ബന്ധിപ്പിക്കുന്ന ബന്തോടമ്പടി മുത്തന്തണ്ട് പാലത്തിന്റെ പണി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിയാറായി. അപ്പോൾ അതിന്റെ അപ്രോച്ച് റോഡ് വന്ന് ഇവിടെ 100 മീറ്റർ ഇവിടെ മുട്ടിക്കിടക്കുകയാണ്. മേലെ ചെറിയൊരു 10 അടി റോഡ് ഉണ്ടായിരുന്നു, പഴയ തോടായിരുന്നത്. അത് ആ റോട്ടിലേക്ക് മുട്ടിച്ച് പിന്നെ എങ്ങോട്ട് പോവും എങ്ങോട്ട് നീങ്ങണം എന്നൊരവസ്ഥ അനിശ്ചിതാവസ്ഥയിലായപ്പോൾ ഞങ്ങൾ നാട്ടുകാർ, പ്രത്യേകിച്ച് പ്രദേശവാസികളായ ആളുകൾ, പിന്നെ അത് റോഡ് തോട് 10 അടി റോഡ് ഏകദേശം ഒരു 5 മീറ്റർ വീതിയിൽ വേണമെന്നൊരു ആവശ്യം എല്ലാവർക്കും വന്നപ്പോൾ അതെല്ലാ ജനങ്ങളോടും ബന്ധപ്പെട്ട് ഇവിടെ അടുത്തുള്ള എല്ലാ വീട്ടുകാരോടും സ്ഥലങ്ങളോടും ബന്ധപ്പെട്ട് നിരന്തരം അവരുമായിട്ട് ചർച്ച ചെയ്ത് അവസാനം എല്ലാവരുടെയും സഹകരണത്തോടു കൂടെ സമ്മതത്തോടു കൂടെയാണ് ഇപ്പോൾ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണി ഏകദേശം പൂർത്തിയാവാറായി. പിന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ നാട്ടിലെ എല്ലാ ആളുകളും പരമാവധി ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരിക്കണ് എന്നൊരു നന്ദിയും കൂടി ഇതോടൊപ്പം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക പ്രശ്നം ഇതിന് പിന്നിലുണ്ട്. ഒരുപാട് ആളുകളെ 5ഉം 3ഉം 2 സെന്റൊക്കെ ഉള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇതിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവർക്ക് അവരെ മതിലും അവരെ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിന് മതിലും കാര്യം വെക്കാനും അതുമാതിരി വേറെ പല ആവശ്യങ്ങൾക്കും ഈ JCB പോലത്തെ അതിൻ്റെ ജോലികൾക്കുമായിട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഞങ്ങൾ ഇതിൻ്റെ മുന്നിൽ കണ്ട് പ്രയാസപ്പെട്ട കാരണത്താൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഒരു പിരിവും ജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോട് പരമാവധി സാമ്പത്തികമായിട്ട് സഹകരിക്കാൻ ബന്ധപ്പെട്ട് ഞങ്ങൾ ആളുകൾ മുന്നിട്ടിറങ്ങി. അതൊക്കെ ഏകദേശം പിന്നെ വിജയിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പ്രയാസങ്ങൾ ഇനിയും ഉണ്ട് മുന്നിൽ സാമ്പത്തികപരമായിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കണ്ട് ചർച്ച ചെയ്യേണ്ട ഇടയിൽ ഞങ്ങളെല്ലാവരും തീരുമാനമെടുത്തു. നമ്മളെ പ്രദേശത്തെ കാരുണ്യ ക്ലബ്ബ് തന്നെ ഞങ്ങളുടെ ക്ലബ്ബുണ്ട്, ആ ക്ലബ്ബുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സഹായം കൂടി തേടിയിട്ട് അത് ഞങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് ആ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ പിന്നീട് ഇനി നമുക്കൊരു ബിരിയാണി ചലഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ആ സാമ്പത്തികത്തിന്റെ പ്രയാസങ്ങൾ തീർക്കാമെന്ന ഒരു തീരുമാനത്തിലെത്തി. അതിന്റെ പ്രവർത്തനവുമായിട്ട് ഇപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പ്രദേശത്തെ പ്രവാസികളും കാരുണ്യ ക്ലബ്ബുമായി സഹകരിച്ചാണ് നാട്ടുകാർ നിർമ്മാണം നടത്തുന്നത്. റോഡ് നിർമ്മാണത്തിന്റെ ചെലവിനായി ഒരു ബിരിയാണി ചലഞ്ചും നാട്ടുകാർ നടത്തുന്നുണ്ട്. PP ബഷീർ, K മുർഷിദ്, P റസാഖ്, P ജാസദ്, TK ബഷീർ, C സമദ്, P നൌഫൽ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത്. റോഡ് നവീകരണത്തിനായി കാരുണ്യ ക്ലബ്ബ് നടത്തുന്ന ബിരിയാണി ചലഞ്ചിലേക്ക് നാട്ടുകാർ സഹകരിക്കണമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കാരുണ്യ ക്ലബിന്റെ കീഴിൽ ഇവിടെ ബിരിയാണി ചലഞ്ച്, ഇവിടെ റോഡിന്റെ ഫണ്ട് ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് നടത്തുന്നു. ഈ 20-ാം തീയതിയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് എല്ലാ ആളുകളും ക്ലബ്ബുമായി സഹകരിക്കണമെന്നും എല്ലാവരുടെ സഹകരണം ഉണ്ടെങ്കിൽ ഇത് വിജയിക്കുകയുള്ളൂ എന്ന്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.